നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ. ട്രംപിൻ്റെ ഒരു പരിശ്രമം അമേരിക്ക ഒന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു ആപ്തവാക്യം തന്നെയായിരുന്നു ട്രംപിനുള്ളത്. ഒരുപക്ഷെ അത് കുടിയേറ്റക്കാരുടെ ഒഴിപ്പിക്കൽ ഉൾപ്പെടെ ജനപിന്തുണ ട്രംപിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തീരുവ യുദ്ധം വന്നപ്പോഴേക്കും അത് അമേരിക്കൻ ജനങ്ങൾ തന്നെ ട്രംപിനെ വെറുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ US അപ്പീൽ കോടതി തന്നെ ഒരു വിധി വന്നിരിക്കുന്നു. താൻ തോന്നിത്തരം കാണിക്കരുത് എന്നുള്ളൊരു ഇത് തന്നെയല്ലേ കൊടുക്കുന്നത്. ഒരു ഒന്നൊന്നര ശുദ്ധീകരണമായി പോയി. അതായത് ശുദ്ധീകരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ട്രംപ് ഈ യൂറോപ്യൻ നവീകരണ കാലത്തെ ഒരു വിഖ്യാത കഥാപാത്രമുണ്ട്, സെർവാൻറ്റീസിൻ്റെ ഡോൺ ക്വിറ്റ് സോട്ട്. എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ച് നീങ്ങുന്ന, കണ്ടിൽ കാണുന്ന എന്ത് വസ്തുക്കളോടും വ്യക്തികളോടും എല്ലാം തന്നെ യുദ്ധം പ്രഖ്യാപിച്ച് ശത്രുവായി കണ്ട് മുന്നേറുന്ന ട്രംപ്. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയെ ആരുണ്ടിവിടെ തടുക്കുവാൻ? ഈ ആകാശത്തെ തടുക്കാൻ അമേരിക്കയിൽ ആരുണ്ട്? ഇതാ ഉത്തരം എത്തിക്കഴിഞ്ഞു. അമേരിക്കയുടെ ചെക്സ് ആൻഡ് ബാലൻസ് സിസ്റ്റം. അതനുസരിച്ച് പ്രസിഡന്റ് തൻ്റെ അധികാര പരിധി ലംഘിച്ച് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായി സെനറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹൗസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു തിരുത്തലുണ്ടാവും. പ്രസിഡൻറ്റും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് സിസ്റ്റത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഒരു ബാലൻസിങ് ഫാക്ടറായി കോടതി ഉണ്ടാകും. അങ്ങനെ അമേരിക്കയുടെ അപ്പീൽ കോടതി രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. ലുക്ക് മിസ്റ്റർ ട്രംപ്, യു ആർ ക്രോസിംഗ് എ ലക്ഷ്മൺ രേഖ. ഒരു ലക്ഷ്മണ രേഖ താങ്കൾ അതിലംഘിച്ചിരിക്കുന്നു. ഞങ്ങളിതാ താങ്കൾക്ക് ചെക്ക് പറയുന്നു. ജാഗ്രതയെ താങ്കൾക്ക് വേണമെങ്കിൽ ഉന്നത കോടതിയായ സുപ്രീം കോടതിയെ സമീപിക്കാം. ഒക്ടോബർ 15 വരെ സമയമുണ്ട്. അല്ല എങ്കിൽ താങ്കൾ ഇപ്പോൾ പ്രഖ്യാപിച്ച കണ്ണടച്ചിൻ്റെക്കെതിരെ ഉൾപ്പെടെ പ്രഖ്യാപിച്ച പകരച്ചുങ്കം പിൻവലിക്കേണ്ടി വരും. ഇത് ശക്തമായി താക്കീതായി അമേരിക്കയുടെ അപ്പീൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മാത്രമല്ല, കച്ചവട തന്ത്രങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെ ഒരു ഉപദേശമൊക്കെ തേടിയതിന് ശേഷമായിരിക്കും ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി അതിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലും സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ ഉപദേശം തേടേണ്ടതായിട്ടുള്ളൂ. പക്ഷെ പലപ്പോഴും ട്രംപ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കൈക്കറികൾ പക്ഷേ ഇപ്പോൾ അമേരിക്ക ഒരു വലിയ പ്രതിസന്ധിയിലും കടക്കണിയിലേക്കല്ലേ പോയിരിക്കുന്നത്. പണ്ടുകാലത്ത് രാജഭരണം ഉണ്ടായിരുന്നപ്പോൾ പറയുമായിരുന്നൊരു കാര്യമുണ്ട്, ഒരു രാജാവിൻ്റെ ഭരണത്തെ വിലയിരുത്തേണ്ടത് ഉപദേശകരുടെ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉപദേശം എത്രത്തോളം സ്വാംശീകരിക്കുന്നു. മാക്കിയവെല്ലി തൻ്റെ വിഖ്യാതമായ പ്രിൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഒരു പ്രിൻസ് എങ്ങനെയായിരിക്കണം. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടും പ്രിൻസ് എന്നാണ്. അപ്പോൾ പ്രിൻസ് എല്ലാ ഉപദേശങ്ങളും കേൾക്കണം, പക്ഷേ തൻ്റേതായ ഒരു അജണ്ട ഉണ്ടാവണം, ഒരു കാഴ്ചപ്പാടുണ്ടാകണം, രാജ്യത്തെ ജനങ്ങളുടെ മൂടറിയണം. അങ്ങനെ ഉപദേശങ്ങൾ കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു പ്രയോറിറ്റി അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇവിടെ വന്നിരിക്കുന്നത് ട്രംപിൻ്റെ ഉപദേശകർ അദ്ദേഹം എന്താഗ്രഹിക്കുന്നോ അത് മാത്രം പറയുന്ന ഉപദേശകരാണ്. അമേരിക്കയ്ക്ക് എന്താണ് വേണ്ടത് എന്നല്ല, ട്രംപ് എന്താണ് ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഉപദേശമാണ് ട്രംപിന് ലഭിക്കുന്നത്. ഇത് പണ്ട് അമ്പലപ്പുഴ രാജാവ് കുഞ്ചൻപയോട് ചോദിച്ചതുപോലെ ഉള്ളൂ, എങ്ങനെയുണ്ട് എൻ്റെ ഗോപുരം, വിളക്കുമരം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് നമ്പ്യാർ അങ്ങ് തട്ടിവിട്ടതുപോലെയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നതെല്ലാം ശരിയാണ്, അച്ചായ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുന്ന ഒരുതരം ടാരിഫ് യുദ്ധവുമായി മുന്നോട്ട് പോകാൻ പറയുന്ന ഉപദേശകരാണ് ട്രംപിനുള്ളത്. പക്ഷേ കുറച്ചു പേരെങ്കിലും ട്രഷറി സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തെ തിരുത്താനൊരു ശ്രമം നടത്തി. മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, മുൻ ട്രഷറി സെക്രട്ടറി എന്നിവരുടെ ഒക്കെ വാചകങ്ങൾ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ബെല്ലും ബ്രേക്കുമില്ലാതെ ഇങ്ങനെ പോകരുത്, എക്കാലത്തും സുഹൃത്തായിരുന്ന രാജ്യങ്ങളെ പിണക്കരുത്. പ്രത്യേകിച്ച് പുതിയതായി രംഗത്ത് വന്ന ഇന്ത്യ പിണക്കുന്നത് ചൈനയുടെ കയ്യിൽ വടി കൊണ്ട് കൊടുക്കുന്നത് പോലെയാകും. ബ്രിക്സ് ശക്തിപ്പെട്ടാൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാവും എന്ന വാക്കുകളൊന്നും തന്നെ ട്രംപ് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഇതാ കോടതിയുടെ ഭാഗത്ത് നിന്ന്
താക്കീത് വന്നിരിക്കുന്നു. ഈ ഒരു താക്കീത് ഒരു പക്ഷേ നമ്മളുടെ വിദഗ്ധ സംഘങ്ങൾ പറയുന്നത് ഇന്ത്യ അത് ഉറ്റുനോക്കുന്നുണ്ടോ? ഇന്ത്യ മാത്രമല്ല, മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇനിയിപ്പോൾ മുകളിലോട്ട് അപ്പീൽ കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി അല്ലെ, ഇവിടുത്തെ സുപ്രീം കോടതി പോലെ. അപ്പോൾ അത്തരത്തിൽ പോവുകയാണെങ്കിൽ, വിധി മറിച്ചാണെങ്കിൽ വീണ്ടും ഇന്ത്യ പോലുള്ള മറ്റുള്ള രാജ്യങ്ങൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകില്ലേ? See, there are alternatives, there are options. നമ്മൾ വിചാരിക്കും അമേരിക്കയുമായുള്ള ബന്ധം അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ ആകെപ്പാടെ പട്ടിണിയാകും. അങ്ങനെയാണോ? ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ 10% മാത്രമാണ് അമേരിക്കയിലേക്കുള്ളത്. അപ്പോൾ ആ ഒരു കയറ്റുമതി, അതിൻ്റെ ഒരു ശതമാനം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന GDP-യിൽ വരുന്ന ആഘാതം പരിമിതമായിരിക്കും. അത് ആഭ്യന്തര വിപണി ഉദ്ദീപിപ്പിക്കുക വഴി, പുതിയ വിപണികൾ കാലക്രമേണ കണ്ടെത്തുക വഴി പരിഹരിക്കാനാവും. അത് മാത്രമല്ല, എക്കാലത്തും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനാവില്ല. നോക്കൂ, ചൈനയെ നോക്കൂ. ചൈനയ്ക്ക് അമേരിക്കയുമായി 17%, മൊത്തം വ്യാപാരത്തിൻ്റെ, ചൈനീസ് വ്യാപാരത്തിൻ്റെ 17% അമേരിക്കയുമായിട്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായി ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൻ്റെ അവസാനം 2019 മുതൽ കുറച്ച് കൊണ്ടുവന്നിപ്പോൾ ആകെ വ്യാപാരത്തിന്, വിദേശ വ്യാപാരത്തിൻ്റെ 13% ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയുമായി തെറ്റേണ്ടി വന്നാൽ പിന്നെ എന്ത് എന്ന് ചൈന ആലോചിച്ചു, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഇറ്റ് ഈസ് നൗ ടൈം ഫോർ ഇന്ത്യ ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് ട്രേഡ്. അതായത് യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, ജപ്പാൻ, ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശനത്തിലാണ്. ചൈനയുമായി തുറക്കാവുന്ന മേഖലകൾ തുറക്കുക അമേരിക്കയ്ക്ക് ബദലാവില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം അമേരിക്ക ഇന്ത്യ കച്ചവടം എന്ന് പറയുന്നത് $87 ബില്യൺ, അത് 8,700 പരം കോടി ഡോളറിൻ്റെ കയറ്റുമതിയാണ് അമേരിക്കയ്ക്കുള്ളത്. ഇന്ത്യ അമേരിക്ക കയറ്റുമതി അത് ഏതാണ്ട് പകുതിയായി ചിലപ്പോൾ കുറഞ്ഞേക്കാം. എങ്കിൽ പോലും ആ കയറ്റുമതിയുടെ ഒരു ഭാഗം മറ്റ് രാജ്യങ്ങളിലേക്ക് കാലക്രമത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ ഇന്ത്യക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകും എന്ന് ന്യായമായി കരുതാം. പക്ഷേ ലോങ് റണ്ണിൽ സെൽഫ് റിലയൻറ്റ്, ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻറ്റ് ഇന്ത്യ. അപ്പോൾ ഇതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആഭ്യന്തരമായി സജ്ജീകരിക്കേണ്ട ഒന്നാണ്. വിപണനം ആഭ്യന്തരമായി നമ്മുടെ വിപണികളെ ഉദ്ദേശിപ്പിക്കണം. ചൈനീസ് മോഡൽ അല്ല ഇന്ത്യ ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം. ചൈന ഈസ് എൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് മാർക്കറ്റ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇക്കോണമിയാണ്. എക്സ്പോർട്ടിന് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്ന യൂണിറ്റുകളാണ്. ഇന്ത്യ അങ്ങനെയല്ല, എക്സ്പോർട്ടിന് വേണ്ടി മാത്രം. ഇപ്പോൾ കിറ്റക്സ് ചെയർമാൻ സാബു ജേക്കബ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു. തങ്ങൾക്ക് നഷ്ടപ്പെടും, അമേരിക്ക ഏതാണ്ട് പൂർണ്ണമായി അമേരിക്കയിലേക്കാണ് സാബു ജേക്കബിൻ്റെ കിറ്റക്സ് ആന്ധ്രയിലെ യൂണിറ്റിൽ നിന്നും 10 ലക്ഷം കിഡ്സ് വെയറാണ് ഒരു ദിവസം കയറ്റുമതി ചെയ്യുന്നത്. ആന്ധ്രയിലെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു 10 ലക്ഷം, കേരളത്തിൽ നിന്ന് 10 ലക്ഷം, 30 ലക്ഷം യൂണിറ്റുകളാണ് ഓരോ കണ്ടിൻജൻ്റായി പോകുന്നത്. അങ്ങനെയുള്ളത് പൂർണ്ണമായി ഇതെല്ലാം അമേരിക്കയുടെ സൈസ് അനുസരിച്ചാണ്. വിപണി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ സൈസ് ഓഫ് ക്ലോത്ത്സ് ഒക്കെ അമേരിക്കൻ നമ്പേഴ്സാണ്. അത് ഉടനടി വേറൊരു രാജ്യത്തെ കയറ്റുമതി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടതായി സാബു ജേക്കബ് ഉൾപ്പെടെ പറയുമ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഹാവ് ഐഡിയാസ്. അതുകൊണ്ട് ഒന്നും കാണാതെയല്ല ഭാരതം പ്രവർത്തിക്കുന്നത്. ചൈനീസ് വ്യാളിയും ഇന്ത്യൻ എലിഫൻറ്റും ഒരു ടാങ്കോയിലൊന്നും ആയില്ല എങ്കിൽ പോലും പരസ്പരം സംസാരിക്കുന്ന രംസരായിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ദിവസം നരേന്ദ്രമോദി ഷീ ജിൻപിങ്ങുമായി സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മഞ്ഞ് ചെറുതായിട്ടെങ്കിലും ഉരുകും എന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇന്ത്യക്കുള്ളപ്പോൾ ആ ഒരു അപകട സാധ്യത ഇന്ത്യയും ചൈനയും ഒരുമിച്ച് വരുന്നതിന്, പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെ ഏഷ്യൻ ശക്തികൾ, ജപ്പാൻ ഉൾപ്പെടെ, ചൈന ജപ്പാൻ വിരോധങ്ങളുണ്ട്, ഇന്ത്യ ജപ്പാൻ സഹകരണമുണ്ട്, ഇന്ത്യ ചൈന റൈവലറി ഉണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ വ്യാപാരപരമായി യോജിക്കാവുന്ന മേഖലകളിൽ കൂടുതൽ യോജിക്കാൻ സാധിച്ചാൽ അമേരിക്കയ്ക്ക് അത് വലിയ വിപത്ത് തന്നെ ആയിരിക്കും. നോക്കൂ, ലോക ജനസംഖ്യയുടെ 1/3 ഇന്ത്യയും ചൈനയും കൂടെ ചേർന്ന ഭാഗത്താണ്. നോക്കൂ, 142 കോടി ജനം ഇന്ത്യയിൽ, അത്രയും തന്നെ ജനം ചൈനയിൽ. അങ്ങനെ 284 കോടി ജനം. ഇതാണ് ലോക ജനസംഖ്യ. ഏതാണ്ട് 7 ബില്യൺ ആണ് ലോക ജനസംഖ്യ. അതിൻ്റെ 1/3 വരും. ഇവിടെയാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. അമേരിക്കയ്ക്ക് കാര്യങ്ങൾ സോഴ്സ് ചെയ്യണം. അമേരിക്ക ഈസ് എ കൺസ്യൂമിങ് ഇക്കോണമി. ചൈന ആൻഡ് ഇന്ത്യ ആർ പ്രൊഡ്യൂസിങ് ഇക്കോണമീസ്. അവിടെ ആഭ്യന്തരമായി അവർക്ക് പിടിച്ചു നിൽക്കാനാകും. ചൈനയ്ക്കും ആഭ്യന്തര കൺസംഷനിൽ കൂടെ പിടിച്ചു നിൽക്കാനാവും, ഇന്ത്യക്ക് ഏറെ പിടിച്ചു നിൽക്കാനാവും. മുൻകാലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള കച്ചവടമൊക്കെ അടുത്ത കാലത്താണ് വൻതോതിൽ ഉണ്ടായത്.
അതിന് മുമ്പും ഇവിടെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു, ഇതിന് ശേഷവും ഇവിടെ ഒരു ഇന്ത്യ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇപ്പോൾ റീലിംഗ് അണ്ടർ പ്രഷർ എന്ന് പറയും. സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ 79,000-ന് താഴെ പോയിരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് അത് തിരിച്ചു കയറും. സെൻറ്റിമെൻറ്റ്സ് വീക്കാകുമ്പോൾ റുപ്പി ഈസ് അണ്ടർ പ്രഷർ ഉറപ്പാണ്. 90 കടക്കുന്നു. 89-90 ഒരു രൂപയ്ക്ക്, ഒരു ഡോളറിന് 89 രൂപ അല്ലെങ്കിൽ 90 രൂപ, അത് ചിലപ്പോൾ 95 വരെയൊക്കെ ആയിരിക്കാം. അത് വലിയ പ്രഷറാണ്. എക്സ്പോർട്ടേഴ്സിന് അത് ഗുണകരമാകേണ്ടതാണ്. പക്ഷേ വേണ്ട എക്സ്പോർട്ട്സ് ഉണ്ടായില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ റെസിലിയൻസ് തിരിച്ചറിയുകയാണ്. നോക്കൂ, ഏറ്റവും അവസാനം രജിസ്റ്റർ ചെയ്ത വളർച്ചാ നിരക്ക് നോക്കൂ. ഈ ട്രംപിൻ്റെ ടാരിഫ് നിലവിൽ വരുന്ന തൊട്ട് മുൻപ് 6.5% വളരുമെന്ന് കരുതിയ ഇന്ത്യൻ GDP 7.8% വളർച്ചാ നിരക്ക് ഈ കഴിഞ്ഞ ഏപ്രിൽ ജൂലൈ മാസത്തിൽ ഈ 3 അവസാന ക്വാർട്ടറിൽ രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ അത്രയും കൂടുതൽ. ഈ പ്രാവശ്യം ഈ ക്വാർട്ടറിൽ ലേശം കുറവായിരിക്കും. ട്രംപിൻ്റെ വ്യാപാര യുദ്ധത്തിൻ്റെ ഇഫക്റ്റ് വരും. അപ്പോഴും അതൊരു 6% താഴെ നിൽക്കും. മൊത്തത്തിൽ 6.5% GDP വളർച്ച പ്രതീക്ഷിക്കുന്ന ഇടത്ത് ഒരുപക്ഷെ 0.2-0.3% വളർച്ചാ നിരക്ക് താഴേക്ക് പോയേക്കാം. ഒരു കാരണവശാലും 6% താഴേക്ക് പോകില്ല എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാര്യമായ ആശങ്കകളൊന്നും തന്നെ ഇല്ല എന്ന് വേണം കരുതാൻ. കാലക്രമേണ എന്നൊരു വാക്ക് സർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാലക്രമേണ ഒരുപക്ഷെ ചൈനയ്ക്ക് അത് നികത്താൻ പറ്റിയിട്ടൊന്ന് നമ്മൾ ഒരു വികസിത രാജ്യത്തിലേക്ക്, ആ ഒരു വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ട്രംപിൻ്റെ ഈ ഒരു തീരുവ യുദ്ധം. അപ്പം എന്ത് തന്നെയാലും ഒരു ചിന്നിച്ചിതറി കിടക്കുന്നതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ ആ ഒരു കാലം ആവശ്യമായിട്ട് വരും. അത് ഒരു പക്ഷേ ചില വ്യാപാര ബന്ധങ്ങളെ സാരമായി ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഫിഷറി, തുണിത്തരങ്ങൾ, ഒരു പക്ഷേ അത് ഏറ്റവും കൂടുതൽ അമേരിക്ക ആയിരിക്കും അങ്ങോട്ട് ബാധിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ വാണിജ്യ ബന്ധത്തെയും കൂടുതൽ ബാധിക്കാൻ സാധ്യതയില്ല. ഇന്ത്യ ഹാസ് ബീൻ എ സ്ലീപ്പിംഗ് ജയൻറ്റ്. ഉറങ്ങിക്കിടക്കുന്ന വലിയൊരു ആന ആയിരുന്നു ഭാരതം. ഈ ആന എപ്പോഴും സ്ലോയാണ്. എപ്പോഴും ഈ ഏഷ്യൻ ടൈഗേഴ്സ് എന്നൊക്കെ പറയും. വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, അതിനൊക്കെയാണ് ഏഷ്യൻ ടൈഗേഴ്സ് എന്ന് പറഞ്ഞ വലിയ വളർച്ചാ സാധ്യത 1990-2000 വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ ഇക്കോണമീസാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഇക്കോണമീസ്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയുടെ ഇക്കോണമിയുടെ വലിപ്പം നോക്കൂ. 142 കോടി ജനം, ഏതാണ്ട് 36 കോടിയോളം വരുന്ന മിഡിൽ ക്ലാസ്. ഇതിനെയൊക്കെ, ഈ സംവിധാനത്തെയൊക്കെ ഒന്ന് ഉദ്ദീപിപ്പിച്ചെടുക്കാൻ സമയമേറെ എടുക്കും. ഒരു ട്രാക്കിലായി വന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരുത്തൽ, ഒരു കറക്ഷൻ മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത് വലിയ ദോഷമില്ല. അത് മാത്രമല്ല, എല്ലാവരും പറയുന്ന ചില നമ്പേഴ്സുണ്ട്. ഇന്ത്യ കേവലം 4.1 ട്രില്യൺ ഇക്കോണമിയാണ്. അതെവിടെ കിടക്കുന്നു? അമേരിക്ക എന്ന 30 ട്രില്യൺ, 29-30 ട്രില്യൺ ഇക്കോണമി അതെവിടെ കിടക്കുന്നു? ചൈന 19 ട്രില്യൺ, 20ലേക്ക് കടക്കുന്നു ട്രില്യൺ ഇക്കോണമിയാണ്. ഇന്ത്യക്ക് എന്ത് കണ്ടിട്ട് ഇന്ത്യക്ക് അഹംഭാവം പുലർത്താൻ കഴിയും? കാര്യങ്ങൾ അമേരിക്കയുടെ റേറ്റിംഗ് ഏജൻസികൾ, 4-ൽ പരം റേറ്റിംഗ് ഏജൻസികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഫോർകാസ്റ്റ് പുറത്തുവിട്ടത്. അതനുസരിച്ച് 2038 ആകുമ്പോൾ, ഇപ്പോൾ 2025, 13 വർഷത്തിന് ശേഷം 35-38 ആകുമ്പോൾ ഇന്ത്യൻ ഇക്കോണമി ഈസ് ലൈക്ലി ടു ഓവർടേക്ക് US ഇക്കോണമി ഇൻ ടേംസ് ഓഫ് നെറ്റ് GDP. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. കാരണം ഇപ്പോൾ 4.1 ട്രില്യൺ ഇക്കോണമിയാണ്. പക്ഷേ ഭാവി വളർച്ചാ സാധ്യതകൾ ഇപ്പോൾ 6.5 വളർന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയ്ക്ക് 3% താഴെയാണ്, അല്ലെങ്കിൽ 3%-ഓടടുത്താണ് ഗ്രോത്ത് റേറ്റ്. അത് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഈസ് ഗ്രോയിങ് അറ്റ് ഓൾമോസ്റ്റ് 6-7% കൺസിസ്റ്റൻ്റ്ലി ഓവർ ദ നെക്സ്റ്റ് 2 decades. എവിടെയിരിക്കും? അപ്പോൾ ചൈനയും ഇന്ത്യയും, ചൈനയ്ക്ക് 1-ാം സ്ഥാനവും ഇന്ത്യക്ക് 2-ാം സ്ഥാനവുമുള്ള ഒരു ആഗോള ക്രമം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ചില പൊളിച്ചെടുത്തലുകൾ അഭികാമ്യമായി വരും. ആ പൊളിച്ചെടുത്ത് നടത്താതെ, പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകാതെ മുന്നോട്ട് പോകാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോദി പറയുന്നുണ്ട് മീഗ, ഈ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. ഇത് രണ്ടും കൂടി ചേരുമെന്നാണ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും വലതുപക്ഷ കൺസർവേറ്റീവ് സ്പേസിലുള്ള ആളുകൾ ചിന്തിച്ചത്. ഒരിക്കലും അത് പറ്റില്ല. ഇത് രണ്ടും കൂടെ മാഗായും ഭീഗായും കൂടെ ചേരുമ്പോൾ അത് മെഗാ ഫ്ലോപ്പാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ മെഗാ ഫ്ലോപ്പ് ഒഴിവാക്കാനുള്ള ഏക മാർഗം
ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു എന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അമേരിക്കയെ പൂർണ്ണമായി പടി അടച്ച് പിണ്ടം വയ്ക്കാതെ ചൈനയുമായി ഒരു പാലമിടുന്ന കാഴ്ച, റഷ്യയുമായി മുൻപ് തന്നെയുള്ള ചരിത്രപരമായുള്ള പാലം ദൃഢമാക്കുന്ന കാഴ്ച, ജപ്പാനുമായുള്ള വൻപൻ പാലം, ദീർഘമായ പാലം, അത് ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഒരു കാഴ്ച. അതുകൊണ്ട് വി ഹാവ് ഓപ്ഷൻസ്, ഇന്ത്യ ഹാസ് ഓപ്ഷൻസ്. നാളെ അത്ഭുതങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് കാലോചിതമായ, അതുകൊണ്ടാണ് കാലക്രമത്തിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ്. ഏതായാലും ഈ ഒരു ചർച്ചയുടെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ എലി വന്ന് ആനയെ ഇടിച്ചതുപോലെ ആയിപ്പോയി ട്രംപിൻ്റെ ഓരോ നീക്കവും. ഏതായാലും ബുദ്ധി ഇനിയെങ്കിലും ഉദിക്കട്ടെ അല്ലേ? എലി വന്ന് ആനയെ ഇടിച്ചതായി പറഞ്ഞത് അമേരിക്കയുടെ മുൻ പ്രതിരോധ വിദഗ്ധനാണ്. ആ എലിയുടെ കയ്യിൽ ഈ പറഞ്ഞ, അതായത് എനിക്ക് ഇതിനോട് ഉപമിക്കാൻ കഴിയുന്നത് അസിം മുനീർ പറഞ്ഞൊരു കാര്യമാണ്. അമേരിക്ക ഈ പാകിസ്ഥാനും ഇന്ത്യയും, ഇന്ത്യ ഈ ശാന്തമായ ഒഴുകുന്നൊരു കാറ് പോലെയാണ്, ഒരു മെഴ്സിഡസ് ബെൻസ് കാർ ഓൺ എ ഹൈവേ. പാകിസ്ഥാൻ ഈസ് ലൈക്ക് എ ട്രക്ക്, എ ജീറിയാട്രിക് dilapidated heavy truck with full load of rubbles. ഇത് ശരിയാണ്, പൂർണ്ണമായി ശരിയാണ്. ഇത് തമ്മിൽ ഇടിച്ചാൽ ആർക്കാണ് മെച്ചം? സ്മൂത്തായി പോകുന്ന ബെൻസ് കാറിന് ദോഷം സംഭവിക്കും, ട്രക്കിന് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാകും, പക്ഷേ ട്രക്ക് തന്നെയാണ്. ഇവിടെ ട്രക്കായി കാണാവുന്നത് ഇന്ത്യൻ ഇക്കോണമിയാണ്, ഇന്ത്യയുടെ റെസിലിയൻസ് ആണ്. 2 പ്രാവശ്യം വന്ന് ഇടിച്ചു. അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വൻപൻ ഉപരോധം പ്രഖ്യാപിച്ചു. 98 പൊഖ്റാൻ 2 ആണവ സ്ഫോടനത്തിന് ശേഷം ഇന്ത്യ അത് ബാധിച്ചതുപോലുമില്ല, ആരും അറിഞ്ഞതുമില്ല. പിന്നീട് നമ്മൾ കാര്യമായിട്ട് അതേക്കുറിച്ച് സംസാരിച്ചതുമില്ല. ഉപരോധം പ്രഖ്യാപിച്ച വഴിയെ തന്നെ പിൻവലിക്കേണ്ടി വന്നു. പിന്നീടുണ്ടായത് 2008-09 കാലഘട്ടത്തിലുണ്ടായ ഗ്ലോബൽ മെൽറ്റ് ഡൗൺ. ആ മെൽറ്റ് ഡൗണിൽ അമേരിക്കൻ വിപണി ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിപണികൾ കുപ്പുകുത്തിയപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടി, നമ്മുടെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ത്യ പിടിച്ചു നിന്നു. വൻപൻ പ്രതിരോധമാണ്, റെസിലിയൻസാണ് ഇന്ത്യ ഒരുക്കിയത്. സമാനമായ റെസിലിയൻസ് ഇന്ത്യക്ക് പുത്തരിയൊന്നുമല്ല. അതുകൊണ്ട് പക്ഷേ നമ്മൾ പോലും അറിയില്ല നമ്മുടെ വലിപ്പം എന്താണെന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ മാനവശേഷിയുള്ള ഒരു രാജ്യം, ഒപ്പം ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന വലിയ ബൃഹത്തായ ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. ഒപ്പം തന്നെ തിരിച്ച് നല്ല ഇപ്പോൾ തുണിത്തരങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ അമേരിക്കയിലെ മലയാളികൾ ഉൾപ്പെടെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വില കുറഞ്ഞ നിരക്കിൽ തുണിത്തരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് തന്നെ നിർത്തിയിരിക്കുന്നു. മെഡിസിൻസ്, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ജനത തെരുവിലിറങ്ങി ട്രംപിൻ്റെ കോലം കത്തിക്കുമ്പോൾ മാത്രമേ ഒരുപക്ഷെ ട്രംപിനത് മനസ്സിലാകൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് തുണിത്തരങ്ങൾ വിയറ്റ്നാമിൽ നിന്നും ലാഭകരമായി, അവിടെ 19-20% മാത്രമേ ഉള്ളൂ ടാരിഫ്. ബംഗ്ലാദേശിൽ നിന്നും 20% ടാരിഫ് ഇറക്കുമതി ചെയ്യാം. ഇന്ത്യക്ക് ഇപ്പോൾ 50% ടാരിഫാണ്. അതുകൊണ്ട് അനാകർഷകമാണ്. ഇന്ത്യയിൽ നിന്നുള്ള കിറ്റക്സ് ഉൾപ്പെടെയുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും കയറ്റുമതി അനാകർഷകമാണ്. കൊഞ്ച്, ചെമ്മീൻ കയറ്റുമതി അനാകർഷകമാണ്. ഇന്ത്യയിൽ ഇലക്ട്രോണിക്, മറ്റ് പല ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, ഇരുമ്പ് ഉരുക്ക് ഉൾപ്പെടെ. ഈ രത്നങ്ങൾ ഓർക്കണം, രത്നങ്ങൾ കേടായി പോവില്ല എന്ന് ഓർക്കണം. ഒരു 4-5 ലക്ഷം പേരുടെ തൊഴിൽ സൂററ്റ് പട്ടണത്തിൽ മാത്രം ഒലിച്ചുപോയി. ശരിയാണ്, അവരുടെ പുനരുദ്ധാനം വലിയൊരു ചാലഞ്ചാണ് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. സൂററ്റാണല്ലോ വജ്ര വ്യാപാരത്തിൻ്റെ കേന്ദ്രം. തിരുപ്പൂർ ഹോസിയറി കമ്പനീസ്, വലിയ രീതിയിൽ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സും യാണുകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന തിരുപ്പൂർ, തമിഴ്നാട്ടിലെ തിരുപ്പൂർ വലിയ പ്രതിസന്ധി നേരിടും. അങ്ങനെ ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള തൊഴിൽ നഷ്ടമുണ്ടാവാം, താൽക്കാലികമാണ്. അവരെ വിന്യസിക്കുന്നതിലാണ് ഇന്ത്യയുടെ ഒരു മിടുക്കിരിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ ആ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ, ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ ആവുമ്പോൾ വിയറ്റ്നാമീസ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും, മറ്റിറക്കുമതിക്ക് വില കൂടും. അമേരിക്കൻ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമാണിത്. അതുകൊണ്ട് അവിടുത്തെ ബഡ്ജറ്റ്, ഹോംലി ബഡ്ജറ്റ് എങ്ങും എത്തി നിൽക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടാകും. തൽക്കാലത്തേക്ക് ട്രംപിന് കാണിക്കാൻ ബാലൻസ് ഷീറ്റിൽ മെച്ചപ്പെട്ട കണക്കുകളാണ്. ഇതാ ഞാൻ ഇത്ര കോടി ഡോളർ തീരുവയായി കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങൾ എനിക്ക് മാർക്കിടൂ. തൽക്കാലത്തേക്ക് മാർക്കൊക്കെ കൊള്ളാം, പക്ഷേ അടുത്ത വർഷം ഈ സമയത്ത് ഇത് തന്നെ പറയണം അമേരിക്ക. അപ്പോൾ കാണാം യഥാർത്ഥത്തിലെ അമേരിക്ക ഇവിടെ നിൽക്കുന്നു എന്ന്. ഓക്കെ.